Hello Makkals, welcome back to Sala Learning. It's me Sri Bhama SB. അപ്പോൾ മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ NMMS എക്സാം എന്ന് പറയുന്നത് അല്ലേ. അടിപൊളിയായിട്ട് NMMS സ്കോർ ചെയ്യുക, എല്ലാവരുടെ മുമ്പിൽ പ്രൗഡ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, എല്ലാവരുടെ മുമ്പ് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുമ്പിൽ നിന്ന് അടിപൊളിയായിട്ട് ട്രോഫിക്ക് വാങ്ങിക്കാൻ പറ്റുക, സ്കോളർഷിപ്പ് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാര്യമല്ലേ. സോ അതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഡ്രീം ചെയ്യുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. സോ അതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്, അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിനുള്ള തുടക്കം എന്നുള്ള രീതിയിലാണ് മിസ് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞുതരാം. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇതാണ്, നേരത്തെ അലൂമിനിയം ഫോയിൽ ഉണ്ടാക്കുന്നത് അതിന്റെ എന്ത് സവിശേഷത പ്രയോജനപ്പെടുത്തിയാണ്? ദ അലൂമിനിയം ഫോയിൽ ഇസ് മേഡ് അപ്പ് ഓഫ് ബൈ യൂട്ടിലൈസിംഗ് ഇറ്റ്സ് ഡാഷ് പ്രോപ്പർട്ടി. ഏതാണ്? സോണോറിറ്റി ആണോ, മാലിയബിലിറ്റി ആണോ, ഡക്റ്റിലിറ്റി ആണോ, അതോ ഹൈ ഹാർഡ്നെസ് ഉയർന്ന കാഠിന്യമാണോ എന്നാണ്. എടാ മക്കളെ, അലൂമിനിയം ഫോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അലൂമിനിയം ഫോയിൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കി പാഴ്സലൊക്കെ ആക്കി തരുമ്പോൾ എടുക്കുന്നതാണ് അലൂമിനിയം ഫോയിൽ അല്ലേ. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അലൂമിനിയം എന്ന് പറയുന്ന സാധനത്തിന് എന്ത് ചെയ്തിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്തത്? മാലിയബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അത് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അലൂമിനിയം ഫോയിൽ അങ്ങനെയുള്ള യൂസുകൾക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് മാലിയബിലിറ്റി എന്ന് അറിയണം അല്ലേ. എന്താണ് മാലിയബിലിറ്റി? ഇറ്റ് ഈസ് ability of material to be hammered into thin sheet. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ പറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കട്ടയായിട്ടുള്ള സാധനം അല്ലേ അലൂമിനിയം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കട്ടയായിട്ടുള്ള സാധനം, അതിനെ ഞാൻ തല്ലി നന്നാക്കുക എന്നൊക്കെ പറയുന്ന പോലെ തല്ലി അടിച്ചു വരത്തി കനം കുറഞ്ഞ ചെറിയ തകിടുകളാക്കിയിട്ട് അല്ലെങ്കിൽ തിന്നായിട്ടുള്ള ഷീറ്റുകളാക്കി മാറ്റുന്ന ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് മാലിയബിലിറ്റി. അപ്പൊ മാലിനീനെ തല്ലി നന്നാക്കി എന്ന് ആലോചിക്കുക, തച്ച നന്നാക്കി എന്ന് ആലോചിക്കുക. അപ്പൊ മാലിനി വരുമ്പോൾ മാലിയബിലിറ്റി ആലോചിക്കുക, തച്ച് നന്നാക്കുക വരുമ്പോൾ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാന്ന് ആലോചിക്കാം. റെഡി? പഠിക്കാനുള്ള ടിപ്പും കൂടെ മിസ് പറഞ്ഞേ. അപ്പൊ അത് വെച്ച് പഠിച്ചാൽ നിങ്ങൾ മറന്നുപോവില്ല. അപ്പൊ അതിനെ നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മക്കളെ സംഭവം? സിമ്പിൾ ആണ്. മെറ്റലിനെ നമ്മൾ അടിച്ചു പരത്തി തിൻ ഷീറ്റ് ആക്കി മാറ്റാം. അത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് നമ്മൾ കാണുന്ന സാധനം. എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ല ഈ ഡയറി മിൽക്ക്. ഈ ഡയറി മിൽക്ക് തിന്നുന്നതിനൊപ്പം സൈഡിലുള്ള ഉള്ളത്തെ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സാധനത്തിന് നമ്മൾ എന്താ പറയാ? ഗോൾഡൻ ഫോയിൽ അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എന്ന് പറയാം അല്ലേ. അത് എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയോ? നമ്മുടെ അലൂമിനിയം തന്നെയാടാ. അലൂമിനിയം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അലൂമിനിയം ഫോയിലാണ് അത്. അപ്പൊ പലപ്പോഴും വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിനകത്തുള്ള സാധനം എന്താ? ഗോൾഡൻ ഫോയിൽ എന്ന് പറയുന്നത് മാലിയബിലിറ്റി കാണിക്കുന്ന അലൂമിനിയം എന്ന സാധനമാണ്. അതില്ലെങ്കിലും വേണ്ട, നല്ല അടിപൊളി മന്തി, നല്ല അടിപൊളി ഷവർമ കഴിക്കാത്തായിട്ടും ആഗ്രഹിക്കാത്ത ആരുമില്ല അല്ലെ. അത് നമുക്ക് പാഴ്സൽ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ പൊതിഞ്ഞല്ലേടാ തരാ. ഇതെന്താണ്? അലൂമിനിയം ഫോയിൽ അല്ലേ. ഷവർമ ആണെങ്കിലും മന്തി ആണെങ്കിലും ഒക്കെ പൊതിഞ്ഞു തരുന്നതും ഈ സെയിം സാധനത്തിലാ. അതും അലൂമിനിയം കൊണ്ട് നിർമ്മിച്ചതാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തോരം എന്താ പറയാ, നമ്മൾ ഇത്രയും കട്ടിയുള്ള ഒരു അലൂമിനിയം എന്നുള്ള സാധനത്തിന് ഇങ്ങനെ ഷീറ്റാക്കി മാറ്റണമെങ്കിൽ അതൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അതാണ് വാല്യുബിലിറ്റി. അതേപോലെ നമ്മൾ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്തേ അതിന്റെ സ്ട്രിപ്പ് കണ്ടിട്ടില്ലേടാ, ആ സ്ട്രിപ്പും അലൂമിനിയം ഫോയിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. സോ മാലിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ദ ബാക്കി കാണുന്ന വീഡിയോ പോലെ തന്നെ കട്ടിയുള്ള ഒരു മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അടിച്ച് പരത്തി കനം കുറഞ്ഞ തിൻ ഷീറ്റ് ആക്കിയിട്ട് മാറ്റുന്ന ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മാലിയബിലിറ്റി. കത്തിയില്ലേ? അപ്പൊ എന്താണ് മാലിയബിലിറ്റി എന്ന് സെറ്റ് ആയിട്ട് കിട്ടി വിചാരിക്കുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. വിച്ച് മെറ്റൽ ഹാസ് ദ ഹയസ്റ്റ് മാലിയബിലിറ്റി? മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇത് അലൂമിനിയം ആണോ, ഇരുമ്പാണോ, കോപ്പർ ആണോ, ഗോൾഡ് ആണോ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ഗോൾഡ് ആണ് അല്ലെങ്കിൽ സ്വർണ്ണമാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഗോൾഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇടുന്ന റിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മിസ്സിന്റെ ഒരു മാല കാണിച്ചു കേട്ടോ. ഈ മാല നോക്ക്, എന്ത് തിന്നായിട്ടുള്ള മാലയാണല്ലേ. നിങ്ങൾക്ക് കണ്ടത് മനസ്സിലാവുന്ന പോലും ഇല്ല, അത്രയും ചെറിയതായിട്ടുള്ള ഒരു സാധനമാണല്ലേ. അപ്പൊ നമ്മൾ ഈ ഗോൾഡ് എന്ന് പറഞ്ഞ കട്ടയായിട്ടുള്ള സാധനത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഓർണമെന്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് പ്രോപ്പർട്ടീസ് കാണിക്കണം? ഈ പറഞ്ഞ മാലിയബിലിറ്റി ഒക്കെ കാണിക്കണം അല്ലേ. അപ്പൊ 1 ഗ്രാം സ്വർണ്ണത്തെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താൻ കഴിയും. അടിച്ച് പരത്തി ചെറിയ ഷീറ്റാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതേപോലെ വലിച്ചു നീട്ടാനുള്ള കഴിവും നമ്മുടെ ഗോൾഡിന് ഉണ്ട് കേട്ടോ. 2 കിലോമീറ്റർ അധികം നീളത്തിൽ വലിച്ചു നീട്ടാനും അടിച്ചു പരത്താനും നമ്മുടെ ഗോൾഡിന് കഴിയും. സോ 1 gram of gold can be beaten into sheet with an area of 6.7 square feet and can be drawn into fine wires ആക്കി മാറ്റാൻ പറ്റും 2 kilometer
ലെങ്ത്തിലൊക്കെ കേട്ടോ. അതാണ് ഗോൾഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മണികൾ ഉണ്ടാക്കാൻ പ്രയോജനപ്പെടുത്തുന്ന ലോഹ സവിശേഷത എന്ത്? വാട്ട് ആർ ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ യൂസ് ബൈ മേക്കിംഗ് ബെൽസ്? ഏതാണ്? കുറെ എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി ആണോ? താപചാലകത, ഡക്റ്റിലിറ്റി ആണോ? സൊണോറിറ്റിയും ഉയർന്ന കാഠിന്യം ആണോ? അല്ലെങ്കിൽ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റും ഹൈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മാലിയബിലിറ്റി ആണോ? സോറി ബോയിലിംഗ് പോയിന്റ് അല്ലെ. തിളനിലയാണോ അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ആണോ അല്ലെങ്കിൽ മാലിയബിലിറ്റി ആണോ? സംഭവം സിമ്പിളാ. മണീന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ടിങ് 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 സൗണ്ട് അല്ലേടാ. സൗണ്ട് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൊണോറിറ്റിയും അതുപോലെ ഹൈ ഹാർഡ്നെസ്സും ഉയർന്ന കാഠിന്യവും സൊണോറിറ്റിയും കാണിക്കുന്നു. അപ്പൊ എന്താണ് സൊണോറിറ്റി? എന്താണ് സോണോറിറ്റി? നമ്മുടെ മണി അടിക്കാൻ നമ്മൾ കാണാറില്ലേ? ഇപ്പോൾ പണ്ട് കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ മണിയായിരുന്നു. ഈ മണി അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ഒരു 4 മണിയാകുമ്പോൾ ടിങ് 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 അടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഹാപ്പിനെസ് ആണ് അല്ലേ? ഈ പറഞ്ഞ മണി അടിക്കുന്നത് ഇപ്പൊ ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. പണ്ട് കാലത്ത് ഇതുപോലെയുള്ള മണിയായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മണി അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൽ നിന്ന് നല്ല സൗണ്ട് വരില്ലേ? അപ്പോഴല്ലേ നമുക്കറിയാം സ്കൂളിൽ വിട്ടു പോവാനായി മനസ്സിലാവുക. അപ്പൊ ഈ മണി അടിക്കുക, ബെല്ലടിക്കുക എന്ന് പറയുന്നതിൽ, അതുപോലെ തന്നെ ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ചെലങ്ക യൂസ് ചെയ്യാറുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ ചെലങ്ക കണ്ടിട്ടുണ്ടാവും. ചിൽ 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 സൗണ്ട് എങ്ങനെയാ ചെലങ്കയിൽ വരണത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ സൊണോറിറ്റി എന്നുള്ള പ്രോപ്പർട്ടീന് റിലേറ്റഡ് ആയിട്ടാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിലും ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുന്നവരാവും നമ്മളല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞ് കുറെ പാത്രങ്ങൾ എടുത്തിട്ട് ടം 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 സൗണ്ടുകൾ ഉണ്ടാക്കിയെന്ന് കളിക്കാറില്ലേ? ചില പാത്രത്തിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും, ചിലത് ഭയങ്കര ചെറിയ സൗണ്ട് ആയിരിക്കും അല്ലേ? അങ്ങനെ ചെയ്ത് നോക്കാറില്ലേ? ചെയ്തിട്ടില്ലേ നിങ്ങള്? ഞാനൊക്കെ എന്തോരാ ചെയ്തിട്ടുള്ളതെന്നറിയോ? ഭയങ്കര സൗണ്ടും ആയിരിക്കും. എല്ലാവർക്കും എന്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ? നമ്മളിങ്ങനെ എന്റെ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് മക്കളെ? ഈ പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്നതൊക്കെ സൊണോറിറ്റി ആണ്. ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ ഒരു പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സൊണോറിറ്റി. ഡബിലിറ്റി ഓഫ് മെറ്റൽ ടു പ്രൊഡ്യൂസ് സൗണ്ട് when tapped with hard metal is known as sonority. അപ്പോൾ എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം, അപ്പോൾ ഈ മണി അടിക്കുന്ന സമയത്ത് മണിയിൽ കട്ടിയുള്ള സാധനം കൊണ്ടാണ് നമ്മൾ ടിങ് 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 അടിക്കുമ്പോഴാണ് അതിന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയാണ് സൊണോറിറ്റി. അതാലോചിക്കുക, സിമ്പിളാ. സോണിയ സോണിയ സൗണ്ട് പോരട്ടെ, സോണിയ എന്നാലോചിക്കുക. സോണിയ പറയുമ്പോൾ സൊണോറിറ്റി ആലോചിക്കുക. സൗണ്ട് എന്ന് പറയുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നു എന്ന് ആലോചിക്കുക. അപ്പൊ മെറ്റൽസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. റെഡി അല്ലടാ? അപ്പൊ അടുത്ത് നോക്കുക. വിച്ച് മെറ്റൽ ഹാവിംഗ് ഹൈ ഡക്റ്റിലിറ്റി? ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാ ചോദിച്ചിട്ടുണ്ട്. പ്ലാറ്റിനം ആണോ, ടിൻ ആണോ, ഇരുമ്പാണോ, ലെഡ് ആണോ ചോദിച്ചു. ആൻസർ വരുന്നത് പ്ലാറ്റിനം ആണ്. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് അറിയാണ്ടേ പ്ലാറ്റിനം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പൊ എന്താ ഡക്റ്റിലിറ്റി എന്ന് പഠിക്കാം. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. നമ്മള് എന്ത് ചെയ്യാണ്? ലോഹത്തിനെ വലിച്ചു നീട്ടാം. അടിച്ചു വരത്തിൽ കഴിഞ്ഞു, സൗണ്ട് ഉണ്ടാക്കലും കഴിഞ്ഞു, ഇനി വലിച്ചു നീട്ടാം. നാഗവലീനെ പോലെ ഇങ്ങനെ വലിച്ചു 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 നീട്ടാണ്. അപ്പൊ വലിച്ചു നീട്ടി ചെറിയ കമ്പികളാക്കി ഇതേപോലെ മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ പറ്റുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. മെറ്റൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഫൈൻ വയേഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഇസ് നോൺ ആസ് ഡക്റ്റിലിറ്റി. കണ്ടോ? ഇങ്ങനെ കട്ടിയുള്ള ഒരു കോപ്പറിനെ ഞാൻ എന്ത് ചെയ്തു? വലിച്ചു നീട്ടി ചെറിയ കമ്പികളാക്കി മാറ്റി, ഇതാണ് കോപ്പർ വയറായിട്ട് മാറ്റി ആണെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റും? അത് ഡക്റ്റിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയാണ് കാണിച്ചത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഡക്കിനെ ഞാൻ എന്താണ്? ഡക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത് നടക്കാൻ എങ്ങനെയാണ്? ക്വാക്ക് 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 എന്നല്ലേ നടക്കുക. അപ്പൊ ഡക്ക് എന്ന് പറയുന്ന ആള് വലിച്ചു നീട്ടി പതുക്കെയാണ് നടക്കുന്നത് ആലോചിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡക്റ്റിലിറ്റി പറയുമ്പോൾ വലിച്ചു നീട്ടാനുള്ള കഴിവാണ്, ചെറിയ കമ്പികളാക്കി മാറ്റാനുള്ള കഴിവാന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വീടുകളിലെ വയറുകളുടെ ഉള്ളിലൊക്കെ നിങ്ങൾക്കറിയാം കോപ്പർ ആണ് യൂസ് ചെയ്തത് അല്ലെ? കോപ്പർ മെറ്റലാണ് ഈ വയറുകൾക്കകത്തുള്ളത്. എന്തുകൊണ്ടാണ്? അതിനെ വലിച്ചു നീട്ടി ചെറിയ കമ്പികളാക്കി മാറ്റാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. അല്ല, ഏറ്റവും അടിപൊളിയായിട്ട് കാണിക്കുന്ന ആളാണ് പ്ലാറ്റിനം. ലോഹങ്ങളിൽ ഏറ്റവും നല്ല ഡക്റ്റിലിറ്റി കാണിക്കുന്നത് പ്ലാറ്റിനം ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കോപ്പറും സ്വർണ്ണമൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് കോപ്പറൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വീടുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പ്ലാറ്റിനം സ്വർണ്ണം ആയിക്കൂടെ? എന്തോരം വിലയാടാ സ്വർണത്തിന്റെ വില, ഇങ്ങനെ ട്രിപ്പിൾ ഒക്കെ ആയിട്ട് കൂടുതലല്ലേ? അപ്പൊ നമ്മളും കൊണ്ട് നടപടിയാവോ? പ്ലാറ്റിനത്തിന് പിന്നെ നോക്കണ്ട. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്നതും എന്നാൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാ? വലിച്ചു നീട്ടാനുള്ള കഴിവുള്ളതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കോപ്പർ എന്ന് പറയുന്ന വയറിനെ അവിടെ വയറിൽ കോപ്പർ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നതും അതാണ്. റെഡി? ആൻഡ് കോപ്പർ ഗോൾഡ് ഈസ് ഓൾസോ ബീങ് തിൻ ഫൈൻ വയേഴ്സ്. ദിസ് ഇസ് ഡ്യൂ ടു ദെയർ ഹൈ ഡക്റ്റിലിറ്റി നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. സോ അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതുപോലെ ഇത് നിങ്ങൾക്ക് ഈ ടിപ്പ് വെച്ച് പഠിച്ചാൽ ഒരിക്കലും മറന്നു പോയില്ല. സോ നിങ്ങളുടെ ഒരു ഡ്രീമാണ് നമ്മുടെ NMMS. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെയും ഡ്രീമാണ്. നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇനി കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളും കൂടി ഉണ്ടായിരിക്കും. സോ അടിപൊളിയായിട്ട് സെറ്റായിട്ട് എന്ത് ചെയ്യുക മക്കളത് പഠിക്കുക. ഇനി വരുന്ന വീഡിയോസിൽ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് വീണ്ടും മിസ് വരും. അതുവരേക്കും ബൈ ഡിയർ, സീ യു, ബൈ.